I greet each and every one of you in the name of the Lord and Christ. I come from Erebor in India. I am heading a Philadelphia Church of God in India at this time. You might think that there are many churches in Tiruvalla. Why am I still in the vineyard of the Lord there? It was just a few people that when it actually started, and that is where I am right now. The Lord used me in several different ways in that land. The Lord enabled me to bring several different people to Christ. Today there are about 28 families in that church, and more are being added day by day. ദൈവത്തിന്റെ വാഗ്ദത്തം പോലെ തന്നെ ടൗണിൽ നിന്ന് 3.5 മിനിറ്റ് നടന്നാൽ ചെല്ലാവുന്ന ഒരു സ്ഥലം ദൈവം വാഗ്ദത്തം ചെയ്തു. അത് തരുവാനിടയായി കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ്. And just like the Lord promised, He has given us a small place that is very close to where we are, and His promises are being fulfilled these days. പലർക്കും ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് ഏകദേശം 11 ലക്ഷം രൂപയ്ക്ക് 14 സെന്റ് സ്ഥലവും ഒരു വീടും കർത്താവ് തന്നു. But for 14 lakhs rupees, God gives a small place for worship. ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കും തിരുവല്ല ടൗണിൽ ഒരിക്കലും ആ വിലയ്ക്ക് ഒരു വസ്തു കിട്ടുകയില്ല. You might think that in that Tiruvalla town there is no possible way that you would have gotten such a place in that time. പക്ഷേ ദൈവത്തിന്റെ വാഗ്ദത്തം അങ്ങനെ ഉള്ളതുകൊണ്ട് ദൈവം അങ്ങനെ തരുവാനിടയായി. But it happened because the promise of the Lord was there and He fulfilled it. ആ ചർച്ച കുറച്ച് കടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുള്ള ബന്ധത്തിലാണ് ഞാൻ ഈ ടൗണിൽ ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്യുന്നത്. And there are certain financial responsibilities to that church that I have, which is why I'm here. സമയം അധികം നമ്മുടെ മുമ്പിലാത്തതുകൊണ്ട് ഒരു ദൈവവചന ഭാഗം ഒരുമിച്ച് ചിന്തിക്കാൻ തക്കവണ്ണം ഞാൻ താല്പര്യപ്പെടുന്നു. And let us go quickly into the Word of God. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വായിക്കാം. 1 പത്രോസ് 5-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. 1 Peter 5 verses 7. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. Cast all your anxiety on Him because He cares for you. വയോധികനായിരിക്കുന്ന പത്രോസ് തന്റെ ജീവിതത്തിന്റെ സായം സന്ധിയിൽ രേഖപ്പെടുത്തിയ ചില ഭാഗങ്ങളാണ് നാം ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത്. What we have read here is what the Apostle Peter has taken during the end of his days. കർത്താവിന്റെ കരുതലിനെ കുറിച്ച് പത്രോസ് വളരെ ആഴമായി അറിയുകയും ഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് താൻ വളരെ തറപ്പിച്ചും വ്യക്തമായും പറയുകയാണ്, യേശു നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാണ്. And because Peter knew who Christ was and his relationship that he had in Him, that's why he is confidently saying that He cares and He provides for you. ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ വളരെ തറപ്പിച്ചും ഉറപ്പിച്ചും വ്യക്തമായും പറയുവാൻ കഴിയുകയുള്ളൂ. മനസ്സും ഒരു കാര്യത്തെ ഊന്നി പറയുവാൻ കഴിയുന്നത് തന്റെ ജീവിതത്തിലെ വ്യക്തിപരമായ അനുഭവമാണ്. It is your experiences that you go through in your life that makes you say certain things very thoroughly. ആ അനുഭവം ഇല്ലാത്ത ആർക്കും അങ്ങനെ പറയുവാൻ പറ്റത്തില്ല. And if you do not have such an experience, you cannot say so. കാരണം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് വളരെ ആഴമായി തനിക്ക് എക്സ്പീരിയൻസ് ചെയ്യുവാൻ ഇടയായിത്തീർന്നു. He was able to understand the depth of Christ's love in his life. വചനത്തിൽ തന്നെ ഞാൻ പഠിച്ചപ്പോൾ വളരെ രസകരമായി തോന്നിയ ഒരു ചിന്തയുണ്ട്. There is a thought that came into my heart as I was studying from this. രാജാവായിരുന്ന ശലോമോൻ രാജാവ് ഇങ്ങനെ പറഞ്ഞു, സൺഡേയും കലഹവുമുള്ള സ്ത്രീയോടുകൂടി ഒരു ഭവനത്തിൽ പാർക്കുന്നതിനേക്കാൾ വിജനമായ ദേശത്ത് പോയി പാർക്കുന്നത് നല്ലത്. And King Solomon said that it's better to stay away and live in a separate land than staying with a lady who quarrels at home. ആവർത്തിച്ച് ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്ത് 3 തവണയിലധികമായിട്ട് താൻ പറഞ്ഞിട്ടുണ്ട്. And he has repeated the same phrase more than 3 times. ഒരു കാര്യം തന്നെ തികട്ടി വരുന്നതുകൊണ്ട് തന്റെ ജീവിതത്തിലെ എക്സ്പീരിയൻസിൽ നിന്നാണ് എനിക്ക് മനസ്സിലാവുക. I believe that he says this again and again because of the experience that he has in his life. ഏകദേശം 1000-ലധികം ഭാര്യമാരും പാട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായും തന്റെ ജീവിതത്തിന്റെ
എക്സ്പീരിയൻസിൽ നിന്നാണ് താൻ പറയുന്നത് ശണ്ടയും കലഹവുമുള്ള സ്ത്രീയോടുകൂടെ ഒരു വീട്ടിൽ പാർക്കാൻ പറ്റുകയില്ല. He says that because of the experience, because he had several different wives, maybe it's from his experience that he's saying this again and again. മടങ്ങി വരാം. പത്രോസിന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ഒരു എക്സ്പീരിയൻസ് മാത്രം ഇതിൽ നിന്ന് പറയുവാൻ സമയമുള്ളൂ. And to take from this chapter, let us take one experience that Peter had in his life. അതിനാധാരമായിട്ട് ഒരു വേദഭാഗം കൂടെ നമുക്ക് ഇന്ന് കാലം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. Luke chapter 5 verses 2. രണ്ട് പടക് കരയ്ക്ക് അടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. മതി. ഗെന്നേസരത്ത് തടാകത്തിന്റെ തീരത്ത് ധാരാളം പടകുകൾ കിടക്കുന്നതിന്റെ കൂട്ടത്തിൽ യേശു 2 പടകുകളെ മാത്രം ശ്രദ്ധിച്ചു. At the lake of Gennesaret, there were several different boats, but Jesus only points at 2 of them. അത് പത്രോസിന്റെ പടകായിരുന്നു എന്ന് നമുക്ക് തുടർന്ന് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. And when we study further, you see that those were the boats of Peter. തീർച്ചയായും പത്രോസിന്റെ പടക് മാത്രം ശ്രദ്ധിക്കേണ്ട യാതൊരു കാര്യമില്ല. There is no reason why Jesus should have just concentrated on just Peter's boat. ധാരാളം പടകുകൾ ആ തീരത്ത് ഉണ്ട്. There were several boats on the shore that day. ധാരാളം പുരുഷാരം തന്നോടുകൂടെ ഉണ്ട്. There are several people, multitude of people with him that day. വ്യത്യസ്ത സാഹചര്യങ്ങളിലായിരിക്കുന്ന ധാരാളം വ്യക്തികൾ അവിടെ കൂടി വന്നിട്ടുണ്ട്. There were different individuals coming from different experiences in life that day. മീൻ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഒത്തിരി മുക്കുവന്മാർ ആ പടകിൽ ആ തീരത്തുണ്ട്. There were several fishermen who caught fish that day. ഈ മീനിനൊക്കെ നല്ല ലാഭത്തിൽ വാങ്ങിച്ചുകൊണ്ട് പോകാൻ വന്ന ബിസിനസ്സുകാർ അവിടെയുണ്ട്. There are many businessmen who came to buy those fish that day. എന്നാൽ അവരെ ആരെയും നോക്കാതെ ഈ ഒരു പടകിനെ മാത്രം യേശു ശ്രദ്ധിച്ചു എന്ന് അവിടെ വായിക്കുകയാണ്. But we read here that Jesus did not look at any of those circumstances. He looked at the 2 boats that belonged to Peter. ഒരു വലിയ ജനസമൂഹത്തിന് നടുവിലും വ്യക്തിപരമായി നമ്മെ കാണുന്നവനാണ് അവൻ കർത്താവെന്ന് തിരിച്ചറിയുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. I praise God because in the multitude, what that teaches us, even in the multitude, He recognizes His children. He is such a God we serve. ഇന്ന് പകൽക്കാലം ഈ ഒരു വലിയ അവൻ ജനക്കൂട്ടത്തിന് നടുവിലും നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് വ്യക്തിപരമായി അറിയുന്നവനാണ്. Amidst the multitude of this world, He knows you personally. It is such a God that we serve. നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ അവൻ അറിയുന്നവനാണ്. He knows the condition of your life. ഞാനൊരു സംഭവം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഇതിനോട് ബന്ധത്തിൽ. I would like to share with you a testimony. ഏറിയ 18 വർഷങ്ങൾക്കപ്പുറം കൊച്ചിയില് നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്നൊരു സംഭവത്തെ കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. I remember about something that happened in Kochi Stadium about 18 years ago. ആ സ്റ്റേഡിയത്തിൽ വലിയൊരു ക്രൂസൈഡ് നടക്കുന്നുണ്ട്. And in that stadium was a great crusade that was happening. ധാരാളം പുരുഷാരനോട് വന്നിട്ടുണ്ട്. There was a great multitude of people in the stadium. വിദേശ രാജ്യത്ത് നിന്നൊരു അനുഗ്രഹിക്കപ്പെട്ട കർത്താദാസൻ ലോകശാന്തി ശുശ്രൂഷയുള്ള ഇടത്തിൽ അവിടെ ശുശ്രൂഷ നടത്തും. ധാരാളം ആയിരക്കണക്കിന് ആൾക്കാർ ആ മീറ്റിംഗ് സംബന്ധിക്കാൻ അവിടെ വന്നിട്ടുണ്ട്. There was a great man of God who did the healing of the sick that day, and there were a great multitude of people present. അതിലൊരു സന്ധ്യയ്ക്ക് കർത്താദാസനായിരിക്കുന്ന പാസ്റ്റർ ആശാനുപദേശി എന്നറിയപ്പെടുന്ന ഒരു കർത്തൃഭൃത്യനുണ്ടായിരുന്നു. There was a great man of God who was there that present that day. അദ്ദേഹം എവിടെയോ മറ്റൊരു സ്ഥലത്ത് കർത്താവിന്റെ വേല ചെയ്തിട്ട് മടങ്ങി താൻ സ്വന്തം ദേശത്തേക്ക് വരുമ്പോൾ and he finished his work at some different place, and he was coming back at the same time he was coming back. ഈ സ്റ്റേഡിയത്തിന് തൊട്ടടുത്ത് തന്നെ ഉള്ളതായ ബസ് സ്റ്റാൻഡിൽ നിന്ന് താൻ ബസ് കയറുവാൻ അങ്ങോട്ട് നടന്നു വരികയാണ്. And he is walking so that he can catch the bus towards where he is living. താൻ നടന്നു വരുന്ന സന്ദർഭത്തിൽ ദൈവാത്മാവ് തന്നോട് ഇടപെടുവാനിടയായി. And as he was walking, the Spirit of the Lord started intervening in his life. നീ ആ സ്റ്റേജിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് പറയുന്ന ചില വാക്കുകൾ പറയണമെന്ന് പറഞ്ഞു. And the Spirit tells him to go onto the stage of that great stage and give the words that I give you. തനിക്ക് ചെവി കേൾക്കാത്തൊരു മനുഷ്യനാണ്. And he had a hearing problem. താൻ ചുറ്റുപാട് നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല. He looks around and he cannot see anyone. വീണ്ടും ശക്തമായി പറഞ്ഞു, നീ മുൻപോട്ട് ചെന്ന ആ സ്റ്റേജിൽ ദൈവാത്മാവ് ഞാൻ നിന്നോട് പറയുന്ന ചില കാര്യങ്ങൾ മൈക്കിൽ കൂടെ നീ വിളിച്ചു പറയാം. Again the words came into his ears, go onto the stage and say the words that I give you. തന്റെ വേഷവും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ മുഷിഞ്ഞ മുണ്ടും ഉടുപ്പും ഒക്കെയാണ് താൻ ഇട്ടിരിക്കുന്നത്. When he looked at himself, he was not dressed appropriately for that occasion. സ്റ്റേജിലേക്ക് നോക്കിയപ്പോൾ ഒത്തിരി പ്രധാനപ്പെട്ട ദൈവദാസന്മാരൊക്കെ അവിടെ ഇരിക്കുന്നു. തനിക്ക് അവിടെ ചെല്ലുവാൻ യാതൊരു He യോഗ്യതയില്ല. looks onto the stage, he sees great different men of God, great men of God. He had no qualifications to go there.
അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു, ഞാൻ ഒരിക്കലും പോകുകയില്ല, ദൈവാത്മാവ് അവിടെയുള്ള ആരിൽ കൂടെ എങ്കിലും സംസാരിച്ചു കൊള്ളട്ടെ. And he told God, I am not going to go there. I'm not going to do this through someone else that is on the stage. Let your words be spoken. എന്നാൽ പല പ്രാവശ്യം ദൈവാത്മാവ് അദ്ദേഹത്തോട് ശക്തമായി ഇടപെടുക നിമിത്തം, But because the Spirit of the Lord again intervened in his life, അദ്ദേഹം പതിയെ ആ സ്റ്റേജിന്റെ അടുക്കിലേക്ക് ചെന്നു. slowly he approaches the stage. ആ സ്റ്റേജിന്റെ അടുത്ത് ചെന്നപ്പോൾ താൻ സ്റ്റേജിന്റെ തൊട്ടടുത്ത് എത്തിയ സമയത്ത് പാട്ടുകാര് ഒരു പാട്ട് പാടിയ ശേഷം മൈക്രോഫോൺ അവിടെ വെച്ച് അടുത്ത പാട്ടിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. And as he was approaching the stage, as he was very near the singers, they sang the first song, they kept the microphone down, and they're preparing for the next one. പെട്ടെന്ന് അദ്ദേഹം ഓടിച്ചെന്ന് ആ മൈക്രോഫോൺ എടുത്ത് അന്യഭാഷയിൽ എന്തൊക്കെയോ ചിലതൊക്കെ പറയും. Very quickly he takes the microphone, and the Holy Spirit was in him, and he started speaking something. പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ സംഘാടകർ ചിലര് അദ്ദേഹത്തിന്റെ ഉടുപ്പിന് പിടിച്ച് വലിച്ചുകൊണ്ട് സ്റ്റേജിന് പുറത്തേക്ക് കൊണ്ടുപോയി. And at the same time that he was doing this, the authorities catches him and pulls him over. കാരണം അദ്ദേഹം ഒരു ഭ്രാന്തനായിരിക്കും എന്നുള്ള ചിന്തയിലാണ് അവർ വലിച്ചുകൊണ്ട് പോകുവാൻ. They took him away thinking that he might be a madman. അവിടെ ആ അന്തരീക്ഷം ഒന്ന് ശരിയാകാൻ വേണ്ടി സംഘാടകർ പറഞ്ഞു, ഞങ്ങൾ അടുത്ത പാട്ട് പാടാന്ന് പറഞ്ഞ ഗായക സംഘം അടുത്ത പാട്ട് പാടുവാനിടയായി. And so that we get the nature back of the meaning back together, they said that why don't you start the next song? ആ പാട്ട് തീർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തില്, And at the time that the song was about to end, ആ സ്റ്റേഡിയത്തിലെ ഏറ്റവും പുറകിൽ നിന്നൊരു പെൺകുട്ടി അലറിക്കരഞ്ഞുകൊണ്ട് സ്റ്റേജിന്റെ അടുക്കിലേക്ക് വരുവാനിടയായി. there's a girl at the very back of the stage. She's running towards the stage and she's crying. ആ പെൺകുട്ടി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ വലിച്ചുകൊണ്ടുപോയ മനുഷ്യനെവിടെ? അദ്ദേഹത്തെ ദൈവം അയച്ചതാണ്, അദ്ദേഹം എന്നോടാണ് വ്യക്തമായി സംസാരിച്ചതെന്ന് പറയുവാനിടയായി. And this lady says that where is the man that you took away from the stage moments ago? He was speaking through God was speaking through him for me. അവര് സംഘാടകര് അദ്ദേഹത്തോട് പെൺകുട്ടിയോട് ചോദിച്ചു, എന്താ സംഭവിച്ചത്, എന്താണ് നടന്നത് എന്ന് ചോദിച്ച സന്ദർഭത്തിൽ And the authorities asked her what happened. ആ പെൺകുട്ടി ഇംഗ്ലീഷിൽ അവരോട് പറയുവാനിടയായി, ഞാൻ ജപ്പാൻകാരിയായ ഒരു പെൺകുട്ടിയാണ്. And she told them that I'm from Japan. ഞാൻ എന്റെ യൗവന പ്രായത്തിൽ കർത്താവിനെ സുരക്ഷിതമായി സ്വീകരിച്ചു. In my very young age I accepted Christ. പക്ഷെങ്കിൽ എനിക്ക് ജീവിതത്തിൽ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ലഭിച്ചപ്പോൾ ദൈവത്തെ മറന്ന് ഞാൻ ഓടുന്ന സന്ദർഭത്തിൽ കൂടെയാണ് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. But when I had great positions, great jobs and everything that was good in my life, I started forgetting Christ. And that's where I am now. എല്ലാ നിലയിലും ഞാൻ പരാജയപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കണമെന്നുള്ള നിലയിലാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. In all fields of life I was not successful, and I came here and just right before I ended my life. ഇന്ത്യയിലുള്ള പല പിൽഗ്രിം സെന്ററിൽ ചെന്നിട്ട് ശാന്തി ലഭിക്കുവാൻ വേണ്ടി ഇവിടെയൊക്കെ സന്ദർശിക്കാനിടയായിട്ടുണ്ട്. And I went through different pilgrims that was in India to just get peace in my life. അവിടെയൊന്നും എനിക്ക് സമാധാനം കിട്ടിയില്ല. But I did not find peace. ഇന്ന് രാത്രിയിൽ ഇവിടെയുള്ള അടുത്തുള്ള കടലിൽ ചാകുവാനായിട്ട് ഞാൻ തീരുമാനമെടുത്ത് ഇതുവഴി നടന്നു പോകുമ്പോൾ, And this night when I took the decision to jump into the river and commit suicide, എന്റെ ഭാഷയിൽ എന്റെ പേർ വിളിച്ച് എന്നോട് അദ്ദേഹം ദൈവാത്മാവ് ഇടപെട്ടു എന്ന് പറയുവാനിടയായി. this man of God called my name and he started speaking to me. അന്ന് സന്ധ്യാസമയം ദൈവസന്നിധിയിലേക്ക് അവൾ മടങ്ങി വരുവാനിടയായി. And that night she came back unto the Lord. ഞാൻ പറഞ്ഞത്, ഏത് വലിയ ജനസമൂഹത്തിന് നടുവിലായിരുന്നാലും വ്യക്തിപരമായി നമ്മെ കാണുകയും അറിയുന്നവനായിരിക്കുന്ന യേശുവുണ്ട്. So what I say is that no matter how big the multitude is in this world, God knows you personally. ഇന്ന് പകലിന്റെ നടുവിലിരിക്കുന്ന നിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒരുപക്ഷെ നിന്റെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിക്ക് അറിയത്തില്ലായിരിക്കും. Probably your neighbor sitting right next to you might not know what you're going through in life. നിന്റെ കൂടെ ആരാധിക്കുന്ന വ്യക്തിക്ക് അറിയില്ല. The people who worship with you do not know that. ഒരുപക്ഷെ ദൈവദാസൻ അറിയുകയില്ലായിരിക്കാം. Maybe the pastor of the church might not know that. നിന്റെ കിടക്കയിൽ നിന്നോടുകൂടെ ആയിരിക്കുന്ന ഒരുപക്ഷെ നിന്റെ ജീവിത പങ്കാളിക്ക് ആ പ്രശ്നം Your അറിയത്തില്ലായിരിക്കും. life partner might not know what you're going through. എന്നാൽ വ്യക്തിപരമായി നിന്നെ അറിയുകയും നിന്നെ പണിയുകയും ചെയ്യുന്നവ ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. But there is only one person who knows you and can build you personally. He's here this morning. അവൻ നിന്റെ പരാജയങ്ങളെ കണ്ടാൽ ഒരു കാര്യം ഉറപ്പാണ്, അതിന് പരിഹാരം തന്നെ അവൻ ഇവിടെ മടങ്ങുകയുള്ളൂ. He sees the defeat that is in your life, he will find a solution. എത്ര പേർക്ക് ഇത് വൈകാരം ആ ദൂത് ഏറ്റെടുക്കുവാൻ കഴിയുന്നുണ്ട്? How many of you can accept that message this morning? ദൈവാത്മാവ് ചിലരെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. The Spirit of the Lord are touching certain people. അവിടെ യേശു ആ പടകിനെ ശ്രദ്ധിച്ചു നോക്കി. And here Jesus looks at the two boats. യേശു പടകിൽ കയറി. And he gets into one of them. പടക് മുൻപോട്ട് നീക്കുവാൻ പത്രോസിനോട് പറഞ്ഞു. And he asked Peter to move it forward. യേശു അവിടെ അതിന്റെ 4ാമത്തെ വാക്യം കൂടെ വായിക്കാം. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണമേ, സംസാരിച്ചു തീർന്നപ്പോൾ യേശു
പത്രോസിനോട് പറയുകയാണ്, ആഴത്തിലേക്ക് നീ വലയിറക്കുക. As soon as he finished speaking, he tells Simon to move, put into the water and let it down and start fishing. രണ്ട് കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. There are two things that are happening here. പത്രോസ് തന്റെ വലകളൊക്കെ കഴുകി നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. You see that Peter has washed his nets and he's preparing to pack them. മറുഭാഗത്ത് യേശു വചനം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. On the other side, you see Jesus sharing the gospel. നാലാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, യേശു വചനം സംസാരിച്ച് തീർന്നപ്പോൾ. And in verses 4 we see that as soon as he finished speaking, പത്രോസിനോട് പറയുകയാണ്, പത്രോസേ നീ ആഴത്തിലേക്ക് നിന്റെ വല ഇറക്കുവീ. he tells Peter, put out into the deep. ശ്രദ്ധിക്കണമേ, എപ്പോഴാണ് യേശു വചനം സംസാരിച്ച് തീർന്നെന്നറിയാമോ? Do you know when Jesus stopped speaking the gospel? പത്രോസ് വല കഴുകി അത് നന്നാക്കി തീർന്നപ്പോൾ. It is after Peter had washed his net, prepared to pack it up. ഇതുവരെ പത്രോസ് വല നന്നാക്കി തീരുന്നുവോ അതുവരെ യേശു വചനം സംസാരിച്ചുകൊണ്ടേയിരുന്നു. Until the time Peter had repaired his net, Jesus continued to speak the gospel. ഇംഗ്ലീഷിൽ വല എന്ന ഏകനാം വല കൊടുത്തിരിക്കുന്നു. ഒന്നിലധികം വലകൾ എന്ന പദമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. In English it doesn't say net, but it says nets, it's plural. മുക്കുവരെ സംബന്ധിച്ചവരെ കുറിച്ച് പഠിക്കുമ്പോൾ ഏകദേശം 15-ലധികം വലകൾ ഉപയോഗിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ When you കഴിഞ്ഞിട്ടുള്ളത്. study about fishermen, you see that they have more than 15 different nets. നിങ്ങൾ ശ്രദ്ധിക്കണമേ, കഴിഞ്ഞ രാത്രിയിൽ പത്രോസിന്റെ കൈവശം ഉണ്ടായിരുന്ന എല്ലാ വലകളും അവൻ ഉപയോഗിച്ച് So പരാജയം. you have to understand the context of where this is Peter has used up all the different nets that he had with him. ഒരു വല ഉപയോഗിച്ച് പരിശ്രമിച്ചു, അത് പരാജയപ്പെട്ടപ്പോൾ അടുത്തത്, അങ്ങനെ തന്റെ കൈവശം എത്രമാത്രം വലകളുണ്ടോ അത് മുഴുവൻ പരാജയപ്പെട്ട് ഒന്നുമില്ലാത്തവനായവൻ ഈ പടകിന്റെ തീരത്ത് നിൽക്കുകയാണ്. He used the first net, then he was not successful. He used the next one and so on and so forth. He used all the nets that he had, but there was no fish that he could catch. ആ കടൽ തീരത്തിരിക്കുന്ന പത്രോസിനെ ഒന്ന് അവൻ വ്യക്തമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. And when you study that Peter who is standing on the shore, we can study like this. ഈ പ്രഭാതത്തിൽ തന്റെ ഭവനത്തിന് വേണ്ടി ഒരു വക പോലും സമ്പാദിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. And this morning he's standing there on the shore without having anything to show for or bring back to his house for his family. അനേക ചിന്തകൾ തന്നെ ഭരിക്കുന്നുണ്ട്. There are many thoughts that are governing him at that time. തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽ ആഹാരം കൊടുക്കുവാൻ എങ്ങനെ കഴിയും? How can he feed his kids? He's thinking probably. ഇന്നത്തെ മീൻപിടുത്തം കൊണ്ട് കൊടുത്തു വീട്ടുവാനുള്ള കടബാധ്യതകൾ എങ്ങനെ കൊടുത്തു വീട്ടുവാൻ കഴിയും? And because of what I caught, what I did not catch today, how can I give the debt that I owe? ഈ ഡെയിലി വേജസിന് പോകുന്നവരെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, And those who go for daily wages, I understand something about that. ഒത്തിരി കാൽക്കുലേഷനോടുകൂടി അവർ രാവിലെ ജോലിക്ക് പോകുന്നത്. They get up early in the morning and go for work with several calculations in their head. അണ്ണാച്ചിക്ക് കൊടുക്കാൻ കുറച്ച് കാണും, And they need to give some money to the servant. പലചരക്കടയിൽ കൊടുക്കാൻ കാണും, They need to give some money to the vegetable store. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത്ര എമൗണ്ട് മാറ്റി വെക്കണമെന്ന് ഇങ്ങനെ ചിന്തിക്കും. They probably need to say that there is some amount for the children. ധാരാളം കാൽക്കുലേഷനോടുകൂടിയാണ് ഒരു വ്യക്തി രാവിലെ ജോലിക്ക് പോകുന്നത്. There are several calculations before a person goes into work. പത്രോസിനെ സംബന്ധിച്ചും മുക്കുവനായിരിക്കുന്നത് കൊണ്ട് ഓരോ ദിവസവും വളരെ കാൽക്കുലേഷനോടുകൂടി അവൻ മീൻപിടുത്തത്തിന് വേണ്ടി പോകുന്നു. And because Peter was a fisherman, through different calculations such as that, he used to go to fish. എന്നാൽ ആ കടൽത്തീരത്ത് നിൽക്കുന്ന പത്രോസിനെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം അറിയാം, അന്ന് പ്രഭാതത്തിൽ തലേദിവസം രാത്രി മുതൽ തന്റെ എല്ലാ കാൽക്കുലേഷനുകളും പരാജയപ്പെടുവാനിടയായി. Look at the Peter that is standing on the shore of that river. You can understand all his calculations was miscalculated. He has nothing to show for. തന്റെ കുഞ്ഞുങ്ങളെ ഫേസ് ചെയ്യാൻ ഭയപ്പെടുകയാണ്. And he is afraid of his kids and their well-being. തന്റെ ഭവനത്തെ എതിരേൽക്കുവാൻ അവൻ ഭയപ്പെടുകയാണ്. And he's afraid to go into his own house. ഒന്നുമില്ലാത്തവനായി അവൻ നിൽക്കുകയാണ്. And he's standing there with nothing in his hand. എന്നാൽ യേശു അന്ന് പകൽ അവനെ കാണുവാനിടയായി. Oh, that morning Jesus comes and looks and speaks to him. ഇന്നേക്ക് ഏകദേശം 15 വർഷങ്ങൾക്കപ്പുറം കർത്താവ് എന്നെ കാണുവാനിടയായി. And about more than 15 years ago, my Lord saw me. ഞാൻ ഒരു പാസ്റ്ററുടെ മകനായിട്ടാണ് ജനിച്ചു വളർത്തപ്പെടുവാനിടയായത്. I was born into a family of a pastor. എന്നാൽ എന്റെ പ്രീഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷമായിട്ട്, But after my high school education, ഞാൻ കർത്താവിൽ നിന്ന് ഒത്തിരി അകന്നു പോയ ഒരു സന്ദർഭമുണ്ട്. there were instances in my life when I grew very far away from the Lord. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ജീവിതത്തിൽ ഇനി ജീവിച്ചിരിക്കേണ്ട എന്ന് പോലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം There ഉണ്ടായിരുന്നു. was a time of my life when I thought that it is not worth for me to even live. അങ്ങനെ ഞാൻ ആയിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു രാത്രിയിൽ ദൈവാത്മാവ് എന്നോട് ശക്തമായി ഇടപെട്ടു. And during that time is when the Spirit started speaking to me.
രാത്രി ഞാൻ ഇങ്ങനെ ഒരു വളരെ മനോഹരമായ സ്വപ്നം ഞാൻ കാണുവാനിടയായി. And I was seeing a beautiful dream one night. ഒരു മനോഹരമായ സ്റ്റേജിൽ ഒത്തിരി മാലാഖമാർ നിന്ന് പാടുന്ന ഒരു രംഗം ഞാൻ കാണുവാനിടയായി. And I see a scene on a stage where there are several different angels singing unto the Lord. ആ മാലാഖമാർ ഇങ്ങനെയാണ് പാടുന്നത്: ദൂതർക്കാഹളങ്ങൾ മീട്ടിടും നേരം പ്രിയനൊത്തു ഞാനും ചേരുമേ, ഹല്ലേലൂയ ഗീതം ആനന്ദത്തോടെ പ്രിയനൊത്തു ഞാനും പാടുമേ. ഈ ഒരു വരികൾ ഇങ്ങനെ ആവർത്തിച്ച് ആ മാലാഖമാർ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നു. And I heard the same song that I just sang right here that the angels were singing in my dream. ആ പാട്ടിന്റെ ഈരടികളും അതിന്റെ ട്യൂണും ഒക്കെ എന്നെ വളരെ അന്ന് രാത്രി സ്പർശിക്കുവാനിടയായി. The words of the song, the lyrics deeply touched my life. ഞാൻ പ്രഭാതം വരെയും ആ ട്യൂൺ മറന്നു പോകാതിരിക്കാൻ ഞാൻ ആവർത്തിച്ച് പാടിക്കൊണ്ടിരുന്നു. And all throughout the night, through the morning, I started singing that song so that I don't forget. ഏകദേശം പ്രഭാത സമയമായപ്പോൾ ഞാൻ ശക്തമായി കിടന്നുറങ്ങി. When the morning broke, I started sleeping. രാവിലെ എഴുന്നേറ്റപ്പോൾ ആ പാട്ട് ഞാൻ മറന്നുപോയി. And when I got up in the morning, I forgot that song. ഞാൻ ആ പാട്ട് വീണ്ടും ആവർത്തിച്ച് പാടാനായിട്ടൊക്കെ നോക്കിയിട്ട് ഒരു വിധത്തിലും എനിക്ക് റീകളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. I tried my best to recollect that song and sing it again. എന്നാൽ ദൈവാത്മാവ് അന്ന് രാത്രിയിൽ എന്നോട് ഇടപെട്ടതുകൊണ്ട് ഞാൻ ജീവനോടെ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ നടുവിലായിരിക്കുവാൻ കർത്താവ് കൃപ ചെയ്യും. But because the Spirit of the Lord intervened in my life, that is why I'm still alive standing before you. ചില നാളുകൾക്ക് ശേഷം വീണ്ടും മറ്റൊരു പാട്ട് കമ്പോസ് ചെയ്യുവാൻ വേണ്ടി ഞാൻ ഗിറ്റാർ കൊണ്ടിരിക്കുമ്പോഴാണ് And after some time, when I was sitting with my guitar to compose another song, ഈ ഈരടികൾ വീണ്ടും എനിക്ക് ഓർമ്മയിൽ വരുവാനിടയായി. and this song came into my heart again. അങ്ങനെയാണ് ഞാൻ വാനമേഘ വിശുദ്ധരെ ചേർത്തിടുവാനുള്ള പാട്ട് എഴുതി ട്യൂൺ ചെയ്യുവാനിടയായി. And that's how I tuned another song that you all are very, very familiar with. ഞാൻ പറഞ്ഞത് എന്റെ കണക്കുകൂട്ടലുകളും എന്റെ എല്ലാ പദ്ധതികളും പൊളിഞ്ഞപ്പോൾ ജീവിതം അവസാനിക്കണമെന്നുള്ള നിലയിൽ ഞാൻ ആയിരുന്നപ്പോൾ ദൈവാത്മാവ് വ്യക്തിപരമായി എന്നെ കാണുകയും എന്നെ പണിയുകയും ചെയ്തു. So what I said is that when all my calculations that I had for me in my life, when all that were destroyed, when I thought that I need to end my life, that is when the Spirit of the Lord touched my life and He restored me. പത്രോസ് തന്റെ വല കഴുകി നന്നാക്കുന്നത് വരെ യേശു വചനം സംസാരിച്ചു കൊണ്ടിരുന്നു. Until the time that Peter fixed his net, Jesus started speaking the gospel. വല നന്നാക്കി കഴിഞ്ഞപ്പോൾ, At the time that Peter finished fixing his net, പത്രോസിനോട് പറയുക, പത്രോസ് നീ ആഴത്തിലേക്ക് വലയിറക്കുക. Jesus tells Peter, throw your net into the deep. എന്താണ് അതുവരെ യേശു വചനം സംസാരിച്ചെന്നറിയാമോ? Do you know why Jesus was speaking the gospel until then? പത്രോസ് വല നന്നാക്കേണ്ടതിന് വേണ്ടിയാണ്. It is because Peter had to repair his nets. അവൻ ചെയ്യുവാനുള്ള കാര്യം ചെയ്തു കഴിഞ്ഞപ്പോൾ, when Peter did what he was supposed to do, യേശു അവനോട് പറയുകയാണ്, ഇനിയും നിന്നെ ഞാൻ നിറയ്ക്കുവാൻ പോകുകയാണ്. Jesus says that now I'm going to fill you. ദൈവമേ, ഇന്ന് പകൽക്കാലം അനുഗ്രഹത്തിന്റെ ഒറ്റയൊരു ഘടകം ഞാൻ പറയട്ടെ. Let me tell you that the most important thing in this word, നമ്മൾ ചെയ്യുവാനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തു തീരുന്നതുവരെയും ദൈവത്തിന് നമ്മെ ഒന്നും അവൻ അനുഗ്രഹിക്കുവാൻ കഴിയത്തില്ല. Until we finish and we do the things that we have to do in our lives, God cannot work in our lives. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുത്തുവാനുള്ള ക്രമീകരണങ്ങൾ വ്യക്തിപരമായി നാം ചെയ്യാത്തിടത്തോളം കാലം കർത്താവ് നമ്മെ നിറയ്ക്കുകയില്ല. As individuals, when we make the changes that we ought to make in our life, when that is finished, that is when God starts to bless us. നമ്മൾ ഏതെങ്കിലും ആൾക്കാരുടെയും കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ ആ കാര്യം മറ്റൊരു വ്യക്തിയുടെ തലയിൽ വെച്ച് കെട്ടും. Do you know what most of us do whenever there is a small problem that comes into our life? Somehow we blame that on someone else. ഞങ്ങൾ പാസ്റ്ററുടെ കുഴപ്പം കൊണ്ടാണ് സഭ നന്നാകാത്തത്. It is because of our pastor that our church is not growing. അല്ലെങ്കിൽ എന്റെ ഭാര്യയുടെ കുഴപ്പം കൊണ്ടാണ് എന്റെ കുടുംബത്തിന് ഈ അവസ്ഥ വന്നത്. It is because of my wife that my family is like this. എന്റെ മക്കൾ ഉത്തരവാദിത്തമില്ലാത്തത് കൊണ്ടാണ് ഈ ഭവനം ഇങ്ങനെയായിരിക്കുന്നത്. It is because my children are like this. It's because we don't have responsibilities. എന്നാൽ ദൈവം നിന്നെ നിറയ്ക്കണമെങ്കിൽ ഒറ്റൊരു കാര്യം. If God needs to fill you, remember this morning there's one thing. നിന്റെ ഭവനത്തിൽ സംഭവിച്ച പരാജയം നിന്റേതാണെന്ന് തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. Understand and recognize the defeat that happened in your family is because of you. നാം എന്ന വ്യക്തിത്വത്തിന്റെ ശത്രു എന്ന് പറയുന്നത്, അനുഗ്രഹത്തിന് തടസ്സമായി ശത്രു എന്ന് പറയുന്നത് നാം തന്നെയാണ് തിരിച്ചറിയുവാനിടയാണ്. Greatest enemy that is against the individual that is we ourselves. അത് തിരിച്ചറിയാത്തിടത്തോളം കാലം ദൈവത്തിന് നിന്നെ പണിയുവാൻ കഴിയത്തില്ല. As long as you cannot understand, God cannot build you up. നീ പരാജയപ്പെട്ട വ്യക്തിയാണ്, നിന്റെ പരാജയത്തിന് കാരണം നീ തന്നെയാണ് തിരിച്ചറിയുമ്പോൾ, when you are defeated, and the reason for your defeat is you, when you understand that in your life, നിന്നെ പണിയുന്ന ഒരു കുശവൻ ഇന്ന് പകൽ ഇവിടെയുണ്ട്. there is a potter that can build you up.
soul. നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചുകൊള്ളട്ടെ, No matter what happens in your life, ഇന്ന് വരെ നിന്നെ പണിയുവാൻ കഴിയുന്നവർ ഇവിടെ വന്നിട്ടുണ്ട്. this morning He is here to build you up. ഹല്ലേലൂയ. Hallelujah. ചില പരാജയങ്ങളെ ദൈവാത്മാവ് കാണുകയാണ്. And God, the Spirit of the Lord sees certain defeats in this place. ചില ഉടച്ചിലുകളെ ദൈവാത്മാവ് ഇന്ന് പകൽ The കാണുകയാണ്. Spirit of the Lord sees certain crushed lives this morning. ഇന്ന് പകൽ അവനെ കേൾപ്പിച്ചു കൊടുക്കും, അവൻ നിന്നെ പണിയുവാൻ പോകുകയാണ്. Put yourself into His hand. He is about to build you up. അങ്ങനെ എന്നെ പണിതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്നും ഉറപ്പോടെ നിൽക്കുവാൻ കർത്താവ് എനിക്ക് കൃപ And ചെയ്യുന്നു. because my God built me up, that is why I am standing firmly before you. ഇവിടെ ആഴത്തിലേക്ക് വലയിറക്കുവാനായിട്ട് യേശു അവരോട് പറയുമ്പോൾ When Jesus tells him to cast his net into the deep sea, പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നാഥ കഴിഞ്ഞ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചിട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. Peter says one thing, "Oh Master, last whole night we have been trying to fish, we did not get anything. എന്നിട്ട് നീ ആഴത്തിലേക്ക് വലയിറക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? Yet you asked me to put my net into the water. What does that mean?" ശ്രദ്ധിക്കണമേ, പത്രോസ് യേശുവിന്റെ വാക്ക് കേട്ട് താൻ ചെയ്യാതെ ഇരിക്കുകയല്ല ചെയ്തത്. And you have to understand one thing, Peter did not he was obedient unto Jesus, what Jesus said. അവൻ പറയുന്ന ഒരു കാര്യം, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയും. But he says one thing very importantly, even though I had defeat last night, because of your words, I'll go ahead and do it. ആ വല വീശി മടുത്ത എല്ലാ നിലയിലും പരാജയപ്പെട്ട് ദുഃഖിതനായിരിക്കുന്ന പത്രോസ് ആണെങ്കിലും അവൻ പറയുകയാണ്, നാഥ എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. Even though Peter was defeated and all throughout the night he did not catch anything, he was still subjected to the words of Jesus, and he says, "Because you said so, I'll cast out my net." എവിടുന്നാണ് ഇവൻ ഈ പ്രത്യാശ ലഭിക്കാനിടയെന്ന്? Where did Peter get this great hope? യേശു വചനം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന് ശൂന്യമായ മനസ്സിന്റെ ഉള്ളിലേക്ക് വിശ്വാസം പടരുവാനിടയാണ്. When Jesus started speaking the gospel entered his empty life. വിശ്വാസത്തിന്റെ പകർച്ചയാണ് ആ കടൽ തീരത്ത് അന്ന് പ്രഭാതത്തിൽ It നടക്കുവാനിടയാണ്. was the defeat of his faith what happened that morning. നിങ്ങൾ കേൾക്കുന്ന ഈ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ, God says that if you listen to the gospel, you become pure in life. ദൈവങ്ങളെ, നാം ഇന്ന് പകൽ കേൾക്കുന്ന ഈ വചനം നിന്റെ ഹൃദയത്തിൽ വിശ്വാസത്തിന്റെ പകർച്ചയായി അവൻ ഏറ്റെടുക്കുവാൻ കഴിയുമെങ്കിൽ നടക്കുകയില്ലെന്ന് പറയുന്നിടത്ത് ദൈവാത്മാവ് ചിലതിനെ നടത്തുവാൻ പോകുകയാണ്. Oh, if you can accept this word as the gospel of Christ that is coming from Christ, all that is defeated in your life will be restored. വിശ്വസിക്കുന്നവരെ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് വേണ്ടി In Ephesians we read like this, to understand the great faith and the great power of God, so that we can believe and be restored in our lives. ഇന്ന് വേക്കാൻ നമുക്ക് ആവശ്യമായിരിക്കുന്നത് വിശ്വാസത്തിന്റെ ഒരു പകർച്ചയാണ്. And this morning what we need is the power of faith. എത്ര പേർക്ക് വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നുണ്ട്? How many of you can please God because of the faith that you have in your life? വചനം ഇങ്ങനെ പറയുന്നു, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. And the word of the Lord says that unless without faith you cannot please God. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവന് ദൈവമുണ്ടെന്ന് തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നുവെന്ന് നാം വിശ്വസിക്കേണ്ടതാണ്. And we have to understand that you have to believe that there is God, and when you go on to God, God will bless you. നിന്റെ അസാധ്യതകളുടെ മുൻപിൽ ഇങ്ങനെ പറയാം, ഇല്ല, വിശ്വാസത്താൽ ദൈവമേശ്വരൻ ഞാനത് പിടിച്ചെടുക്കുവാൻ പോകുകയാണ്. In front of all the impossibilities that you have in your life, you can say that, oh, by faith through Christ, all things are possible. വിശ്വാസത്താൽ സിംഹത്തിന്റെ വായെ അടച്ച അനുഭവങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. And we can see different instances through faith. God shut the mouth of the lion. വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്ത അനുഭവങ്ങൾ നാം കാണുന്നുണ്ട്. And we see through faith the strength of the fire was weakened. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രവൃത്തിയും വിശ്വാസത്തിൽ നിന്നാണ് ഉളവാകേണ്ടത്. Dear child of God, from our lives, anything that we do should be through faith. എന്റെ ജീവിതാനുഭവത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. Let me share with you something from my experience. തിരുവല്ല ടൗണിൽ ഞങ്ങൾ 2 വർഷങ്ങൾക്കപ്പുറം വാടക ആരംഭിച്ചുകൊണ്ടിരുന്ന ബിൽഡിംഗ് പെട്ടെന്ന് മാറേണ്ടതായ ഒരു സന്ദർഭം വന്നു. There was an instance where the building that we were worshiping, we had to leave very quickly. ആരാധനയ്ക്ക് പെട്ടെന്ന് മറ്റൊരു കെട്ടിടം ലഭിക്കാതെ ഞങ്ങൾ വളരെ ഭാരപ്പെട്ടു. And without getting another building for worship, we were struggling at that time. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പഴകിയ ഒരു ബിൽഡിംഗ് ഒരാൾ പറഞ്ഞു, ആ ബിൽഡിംഗ് തരാം. At that time, an old building, someone said that they'll give that to us. മഴ പെയ്താൽ മുഴുവൻ വെള്ളവും ആ വീടിന്റെ അകത്ത് വീഴും. If there was a rain, all the water would fall inside. 2006, 2007 കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ എല്ലാ ദിവസവും ഉണ്ടായിരുന്ന ദിവസങ്ങളാണ്. During 2006, 2007, just in Kerala, there was so much rain. ഞായറാഴ്ച രാവിലെ ഞാൻ ദൈവസന്നിധിയിൽ ശനിയാഴ്ച രാത്രി മുതൽ ഇരുന്ന് നിലവിളിക്കും, കർത്താവേ മഴ പെയ്താൽ ഞങ്ങൾക്ക് അവിടെ ഇരുന്ന് ആരാധിക്കുവാൻ കഴിയത്തില്ല. Saturday night towards Sunday morning, we start praying unto God, Lord, if the rain comes down, we cannot worship you. എന്നാൽ ദൈവമക്കളെ, വിശ്വാസത്താൽ
ഒരു കാര്യം ഉറപ്പോടെ ഞാൻ പറയട്ടെ, ഞായറാഴ്ച ആരാധന തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് വരെ മഴ പെയ്യും, അതിനുശേഷം ആരാധന കഴിഞ്ഞിട്ട് മാത്രം മഴ പെയ്തിട്ടുള്ളൂ. Let me tell you one thing through faith, that up until half an hour before the worship starts, the rain was there, but as soon as the worship started, the rain went away. വിശ്വാസത്താൽ നമുക്ക് മഴയെ പിടിച്ചു നിർത്താം. What I said is that through faith we can even stop rain. വിശ്വാസത്താൽ സൂര്യനെയും ചന്ദ്രനെയും പിടിച്ചു നിർത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈ കാലഘട്ടത്തിലും ദൈവം അതുപോലെ അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. And if we can stop the sun and the moon and the stars through faith, even this day God is able to do so. കഴിഞ്ഞ മുമ്പത്തെ ഞായറാഴ്ച, The Sunday before the last one, ചിക്കാഗോയിലെ ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി അവിടെ എനിക്ക് കടന്നു പോകേണ്ടി വന്നു. I had to go into a house to pray for them. ഏറെ ചില വർഷങ്ങളായിട്ട് അവിടെ ഉള്ള ഒരു മകൻ കണ്ണിന് വളരെ പ്രതിസന്ധിയുടെ നടുവിൽ ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി അവിടെ ഞാൻ ചെന്നു. It was a situation where their son was going through some eye problem, so they called me to pray for him. പിതാവൊരിക്കലും വിശ്വാസത്തിൽ ആയിരുന്നില്ല. അദ്ദേഹം വിശ്വാസത്തോടും ദൈവദാസന്മാരോടും വളരെ കയർത്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. The father did not believe in Christ. He did not come into Christ, so he was always against the word of God and the people who ministered the word of God. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച സന്ദർഭത്തിൽ വളരെ വർഷങ്ങളായിട്ട് വളരെ പവർ കൂടിയ ലെൻസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പൈതലിന്റെ പവർ ഗ്ലാസ് എടുത്തു മാറ്റി ദൈവം ഉടൻ തന്നെ സൗഖ്യം കൊടുക്കുവാനിടയായി. And the moment that I was praying for him, the Lord delivered him. He was wearing very high-powered glasses on his eyes, but as I was praying in faith for him and I took that glasses off of him, he was able to see completely. എത്ര വർഷങ്ങൾക്ക് അപ്പുറമാണ് നമുക്ക് ഇതുപോലെ ഒരു അത്ഭുത പ്രവൃത്തി കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്? You know how many years later can we see such experiences in our life? ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ കർത്താവിന്റെ കാലം ഒരിക്കലും കുറവായിട്ടില്ല, ഇന്നും പ്രവർത്തിക്കുവാൻ ശക്തമാണ്. If we have that faith in our lives, the hand of the Lord is still the same yesterday, today, and forever. എന്റെ ജീവിതത്തിൽ അനേക രോഗങ്ങൾ പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിക്കാൻ കർത്താവ് കൃപ ചെയ്തിട്ടുണ്ട്. There are different sicknesses in my life. The Lord helped me to pray and take deliverance. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ എന്റെ കാലത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ആണി രോഗത്താൽ ബാധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. And there was a small disease that I had with my leg several years ago. നടക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ ഞാൻ ഭാരപ്പെട്ട അവസ്ഥകളുണ്ട്. And there were instances where I couldn't even walk myself. എന്നാൽ ഒരു കാര്യം ഉറപ്പായി പറയട്ടെ, വിശ്വാസത്താൽ ദൈവം അതിനെ സൗഖ്യമാക്കുവാനിടയായി. Well, let me tell you that by faith, my Lord delivered me. രോഗത്തെ സൗഖ്യമാക്കുന്ന ഇന്ന് പകൽ ഇവിടെയുണ്ട്. Oh, this morning there is a deliverer of your sickness. നിന്റെ പ്രശ്നത്തെ പരിഹരിക്കുന്ന ഇന്ന് പകൽ ഇവിടെയുണ്ട്. He is a God who gives solutions to your problems. ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ നാം ഏറ്റെടുക്കേണ്ടത് വിശ്വാസത്തിന്റെ ഒരു പകർച്ചയാണ്. And when you hear this word, you have to understand that there needs to be a spreading of the faith. ഇന്ന് പകൽ ആ നിലയിൽ നീ ആയിത്തീരുമ്പോൾ നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ഭാരങ്ങൾക്ക് ഒരു മാറ്റം ദൈവാത്മാവ് കൽപ്പിക്കും. When you get into such a situation in your life, your situation of your life will change. സമയത്തിന് ഞാൻ വാക്ക് അവസാനിപ്പിക്കട്ടെ. Let me cut short here. നടക്കുകയില്ലെന്ന് ചിന്തിച്ചത് പത്രോസ് വിശ്വാസത്തോടെ ഏറ്റെടുത്ത് ചെയ്തപ്പോൾ, And when Peter thought that this is impossible, when he did what Jesus asked him to do, എന്റെ പടക് നിറഞ്ഞു, his net was filled, കൂട്ടാളികളുടെയും പടക് നിറഞ്ഞു. and the nets of his friends were filled. നോക്കുക, ഒരുവന്റെ ഉള്ളിൽ വ്യാപരിച്ച വിശ്വാസം മറ്റുള്ളവർക്കും അത് അനുഭവിക്കാനിടയാണ്. This is the same faith that got into Peter, that was spread and poured out into the others' lives. നിന്റെ മാത്രം നീ മറ്റുള്ളവരുടെ മേൽ പരാജയം വെച്ചു പുലർത്തിക്കൊണ്ടിരുന്നെങ്കിൽ ഒരിക്കലും അത് പ്രാപിക്കാൻ കഴിയത്തില്ല. If you just had defeat and you spread defeat in your life, you will never see success. പത്രോസ് സ്വയം പണിയപ്പെടേണ്ടതിനു വേണ്ടി കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു വിശ്വാസത്താൽ അവൻ ദൈവത്തിലേക്ക് അടുത്തു വന്നപ്പോൾ അവൻ പ്രാപിച്ച അനുഗ്രഹം മറ്റുള്ളവരും ഏറ്റെടുക്കുവാനിടയായി. Peter built himself up and he corrected everything in his life, and he took the faith that was from Jesus and he poured that faith into others. ഈ ഒരു അനുഗ്രഹത്തിന്റെ പകർച്ച ഈ ദിവസങ്ങളിൽ വരും ദിവസങ്ങളിൽ സഭ കാണുവാൻ പോകുകയാണ്. And this church is going to see such a pouring of the faith and pouring of the blessing. ഓരോരുത്തരും ഈ വിശ്വാസം ഏറ്റെടുക്കാം. And each and every one should take this faith. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. The Lord is a God of miracles. കർത്താവ് വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. May God bless us with these words.